വെൽക്കം ബാക്ക് ടു ഗോഡ് ബി നൗ. സോ നമ്മൾ ഇന്ന് നമ്മളെ ഓട്ടോ ബ്ലോഗ് പുതിയ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഓൾമോസ്റ്റ് 300+ അപ്ലിക്കൻസ് ഉണ്ട്. നമ്മൾ വൺ ബൈ വൺ ആയിട്ട് ഓരോരുത്തരുടെ വെബ്സൈറ്റ് നമ്മൾ കോൺഫിഗർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഫസ്റ്റ് വെബ്സൈറ്റ് ഇതാണ്. നമ്മളെ ഫസ്റ്റ് കസ്റ്റമർ വെബ്സൈറ്റ് ആണ്. ഒരു മലയാളം ബേസ് ചെയ്തിട്ടുള്ള കണ്ടന്റ് ആണ്. ഈ രീതിയിലാണ് നമ്മളെ ബ്ലോഗ്സ് നിങ്ങൾ വരിക. ഓട്ടോമാറ്റിക്കലി അത് ഈ രീതിയിൽ നല്ല സ്ട്രക്ചേർഡ് ആയിട്ട് പബ്ലിഷ് ആവും. അതിൻ്റെ ഇടയ്ക്ക് ആഡ്സ് വരും. ആഡ്സ് ഇപ്പോൾ കോൺഫിഗർ ചെയ്തിട്ടില്ല. ആഡ്സ് കൂടെ അതിൽ പബ്ലിഷ് ചെയ്ത് വരും. ഈ URL മാറും. പ്രോപ്പറായിട്ടുള്ള URL കാര്യങ്ങളൊക്കെ വരും. സോ ഇത് ആക്ച്വലി നമ്മൾ ആദ്യം കളക്ട് ചെയ്തിരിക്കുന്ന ഡാറ്റ വെച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ 8 മണിക്കൂറും ഓരോ ബ്ലോഗ് വെച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് പബ്ലിഷ് ആവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ടാസ്കുകളാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. അതിന്റെ പുറമെ ഇതിന്റെ ബാക്ക് എൻഡ് എങ്ങനെയാണെന്ന് കാണിച്ചു. ഇതാണ് ഇതിന്റെ ബാക്ക് എൻഡ് വരിക. ഇവിടെ മൈ ടോപ്പിക്സ് നമ്മൾ ഓൾറെഡി കൊടുത്തിരിക്കുന്ന ടോപ്പിക്സ് നമുക്ക് ഇവിടെ ഉണ്ട്. ഈ ടോപ്പിക്സ് വെച്ചിട്ടാണ് ഓരോ ബ്ലോഗ്സും റാൻഡംലി ക്രിയേറ്റ് ആവുന്നത്. നമ്മൾ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ബ്ലോഗ്സ് ഇതുപോലെ നമുക്ക് ഇവിടെ കാണാം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഗൈഡാണ്. ഈ ഗൈഡാണ് നമുക്ക് ഏത് രീതിയിൽ ഇത് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് കാണിച്ചു തരാം. വ്യൂ ബ്ലോഗ് കൊടുക്കും, ഓട്ടോമാറ്റിക്കലി ഇതുണ്ടോ ആഡ് വരുന്നുണ്ടോ, ഇതേപോലെ നമുക്ക് ആഡ് വരും. ഈ ആഡാണ് നമ്മൾ ഇപ്പോഴത്തെ റവന്യൂ. നമ്മൾ ഫ്യൂച്ചറിൽ ഒരുപാട് രീതിയിലുള്ള റവന്യൂ മേക്കിംഗ് മെത്തേഡ്. നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജ് നമ്മൾ ഈ രീതിയിലാണ് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡ് തിങ്, നിങ്ങൾക്ക് ഞാൻ ടാസ്കുകൾ അസൈൻ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ഒരു ഷീറ്റിലായിരിക്കും. ഓക്കെ, ഈ ഷീറ്റിൽ ഫസ്റ്റ് വൺ യൂസർ പ്രൊഫൈലാണ്. നിങ്ങളെ ബിസിനസ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവുക. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇതാണ് ഫസ്റ്റ് ടാസ്ക്. അതായത് ക്രിയേറ്റ് സെപ്പറേറ്റ് ഗൂഗിൾ അക്കൗണ്ട് ആൻഡ് ലോഗിൻ ടു സെപ്പറേറ്റ് ക്രോം പ്രൊഫൈൽ. ക്രോമിൽ നമ്മളെ വർക്ക് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് ഒരു പ്രൊഫൈൽ ഉണ്ടാക്കി വെക്കുക. പിന്നെ ചെയ്യേണ്ടത് ക്രിയേറ്റ് ഫേസ്ബുക്ക് ബിസിനസ് പേജ് ഉണ്ടാക്കുക, ട്വിറ്റർ എക്സ് ഹാൻഡിൽ ഉണ്ടാക്കുക, ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടാക്കുക, പിൻട്രസ്റ്റ് അക്കൗണ്ട്. ഇതൊക്കെ ഫസ്റ്റ് സ്റ്റേ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. അതൊക്കെ നമ്മൾ ഫ്യൂച്ചറിൽ എന്ത് ചെയ്യും, നമ്മുടെ വെബ്സൈറ്റ് കണക്ട് ചെയ്യും. ഓക്കെ, ഒരു 2 മാസം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്ലോഗ്സ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ പ്രൊഫൈൽസിലേക്ക് ആ പോസ്റ്റുകൾ പബ്ലിഷ് ആകുന്ന പോലെയും വരും. അപ്പം അത് ഇപ്പോഴല്ല, നമ്മൾ സ്റ്റേജ് കഴിഞ്ഞാലാണ് ചെയ്യുക. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ നമ്മൾ സപ്പോർട്ടിൽ കോൺടാക്ട് ചെയ്യുക. വി വിൽ ഹെൽപ്പ് അസ്. പിന്നെ ഈ ടാസ്കുകളുണ്ട്. ഡയറക്ടറി സബ്മിഷൻസ്, പിൻട്രസ്റ്റ് ആക്ടിവിറ്റീസ്, ക്ലാസിഫൈഡ് സബ്മിഷൻസ്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മളെ വെബ്സൈറ്റിലേക്ക് ട്രാഫിക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഓരോ ടാസ്കുകളാണ്. അപ്പോൾ ഈ ഇങ്ങനത്തെ വെബ്സൈറ്റ്സിലൊക്കെ നമ്മൾ ഇങ്ങനത്തെ Trustpilot.com പോയി നമ്മളൊരു പ്രൊഫൈൽ ഉണ്ടാക്കുക. പ്രൊഫൈൽ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേരും ലിങ്കും ചോദിക്കും. അത് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് ബാക്ക് ലിങ്ക്. നമ്മുടെ വെബ്സൈറ്റിലേക്ക് ബാക്കിയുള്ള ഫേമസ് ആയിട്ടുള്ള വെബ്സൈറ്റ്സിൽ നിന്ന് നമ്മൾ ബാക്ക് ലിങ്ക് ഉണ്ടാക്കുക എന്ന് പറയാം. അപ്പോൾ ബാക്ക് ലിങ്ക് ഉണ്ടാക്കുമ്പോൾ ഒരു ഗൂഗിൾ പോലെയുള്ള സെർച്ച് എഞ്ചിന് മനസ്സിലാവും, ഓക്കെ, ബാക്കിയുള്ള വെബ്സൈറ്റ്സ് നമ്മളെ വെബ്സൈറ്റിൽ കണക്റ്റഡ് ആവുന്നുണ്ട്. അത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അപ്പോൾ ഇതിന്റെ കണ്ടന്റ് വാല്യുബിൾ ആണ്, അത് റാങ്ക് ചെയ്യണം എന്നാണ് അതിന്റെ ഒരു ജനറൽ ആയിട്ട് പറയുന്ന ഒരു ഐഡിയ. അപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന സാധനങ്ങളൊക്കെയാണ് നമ്മൾ വൺ ബൈ വൺ ആയിട്ട് ഇനീഷ്യലിൽ ഫസ്റ്റ് ഒരു മാസം നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, പിൻട്രസ്റ്റ് ആണെങ്കിൽ പിൻട്രസ്റ്റിൽ എന്ത് കാര്യങ്ങൾ ചെയ്യണം, ഇത് വൺ ബൈ വൺ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓരോ ടാസ്കുകൾ അസൈൻ ചെയ്യാം. ഓക്കെ, ക്ലാസിഫൈഡ് സബ്മിഷൻസ്, സോഷ്യൽ ബുക്ക് മാർക്കിംഗ്, ബ്ലോഗ് സബ്മിഷൻസ്. ബ്ലോഗ് സബ്മിഷൻ്റെ വെബ്സൈറ്റ്സിലൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വെബ്സൈറ്റിൽ ബ്ലോഗ്സ് പബ്ലിഷ് ആകും. ഓട്ടോമാറ്റിക്കലി ആ പ്ലാറ്റ്ഫോമിൽ വന്ന് ലിങ്ക് കയറിക്കോളും ഓട്ടോമാറ്റിക്കായിട്ട്. ഓക്കെ, വിക്കിപീഡിയയിൽ ഒരു ബ്രോക്കൺ ലിങ്ക് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ലിങ്ക് നമ്മളെ വെബ്സൈറ്റിലേക്ക് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ക്വാറ, ഇതാണ് കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ള പരിപാടി. ഇതിൻ്റെതും ഫുൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ രീതിയിൽ ചെയ്യണം, അതിന് എന്തൊക്കെ പ്രോംപ്റ്റ് നമുക്ക് AI പ്ലാറ്റ്ഫോമിൽ യൂസ് ചെയ്യണം, അതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലിങ്ക്ഡിനിൽ എന്തൊക്കെ ചെയ്യണം, അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ എന്തൊക്കെ ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിൽ ഞാൻ ആഡ് ചെയ്യും. ഫേസ്ബുക്കിൽ എന്തൊക്കെ ചെയ്യണം, ഫേസ്ബുക്കിൽ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം, ഫേസ്ബുക്കിൽ അതുപോലെ നമ്മുടെ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റുകൾ കണ്ടുപിടിച്ച് അതിന് പ്രോപ്പറായിട്ടുള്ള കമൻറ്റ്, ജസ്റ്റ് ലിങ്ക് കമൻറ്റ് ചെയ്യല്ല, ആ പോസ്റ്റ് എന്താണോ അത് കണ്ടുപിടിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കമന്റുകൾ നമ്മൾ ജനറേറ്റ് ചെയ്ത് വിത്ത് ലിങ്ക് നമ്മൾ പബ്ലിഷ് ചെയ്യണം. അല്ലാണ്ട് ജസ്റ്റ് ലിങ്ക് കമന്റ് ചെയ്താൽ ആരും നോക്കാൻ പോകുന്നില്ല. ഈ രീതിയിലാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യമുള്ളത്, ഇതിൽ എത്ര ട്രാഫിക് വരുന്നു എന്നുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പിന്നെ ഒരു പ്ലാറ്റ്ഫോം ആക്കിയിട്ട് ഞാൻ ഇവിടെ കാണിച്ചു തരും. ഗൂഗിളിൻ്റെ ഒരു സെർച്ച് ഉണ്ട്, ഗൂഗിൾ സെർച്ച് കൺസോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ വെബ്സൈറ്റിലേക്ക് എത്ര ട്രാഫിക് വരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള
ഒരു പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, സോ ഇത് നമ്മൾ ഓരോ വെബ്സൈറ്റ് നമ്മൾ കണക്ട് ചെയ്ത് തരും, നിങ്ങൾക്ക് പിന്നെ അതിൻ്റെ ആക്സസ് തരും. ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് അശ്വതി പ്രമോദിൻ്റെ ബ്ലോഗാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതിപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തുള്ളൂ. ഇത് എത്ര ട്രാഫിക് വരും, പ്രോസസ്സിങ് ഡാറ്റയാണ്. സോ എത്ര ട്രാഫിക് വരുന്നുണ്ട് എന്നുള്ള, എവിടെ നിന്ന് വരുന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരും. ഇപ്പോൾ ടൂൾ കണ്ടിട്ട് നിങ്ങൾ പേടിക്കുന്നു വേണ്ട, കുറച്ച് ഈസിയാണ്. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെ യൂസ് ചെയ്യുന്നതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരും. ഇനി ഒരു 5-6 മാസം കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിളിൻ്റെ തന്നെ ഒരു അനലിറ്റിക്സ് ടൂൾ ഉണ്ട്. ആ അനലിറ്റിക്സ് ടൂൾ വെച്ചിട്ട് നമ്മൾ ഏത് രീതിയിൽ നമുക്കത് കണ്ടുപിടിക്കാം എന്നുള്ളത് കൂടെ ഞാൻ കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഫസ്റ്റത്തെ ഒരു മാസം ഞാനിപ്പം ഷെയർ ചെയ്യുന്ന ആ ഗൂഗിൾ ഷീറ്റിലുള്ള ടാസ്കുകൾ ചെയ്യാം, നമുക്ക് കാണാം. ഓക്കെ, ഗൂഗിൾ ആഡ്സ് നോക്കുവാണെങ്കിൽ ഗൂഗിൾ ആഡ്സിലാണ്, ഇതാണ് ഗൂഗിൾ ആഡ്സെൻസിൻ്റെ പിന്നെ പേജ് എന്ന് പറയുന്നത്. ഈ പേജിൽ നമുക്ക് കാണാം ഓരോ സൈറ്റിലും എത്ര റവന്യൂ വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കണ്ടോ, ഇത് കണ്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോന്ന് ആഡ് ചെയ്യുമ്പോഴും നിങ്ങളുടെ വെബ്സൈറ്റ് കൂടെ വൺ ബൈ വൺ. അപ്പോൾ ഈ വെബ്സൈറ്റിലുള്ള സാധനങ്ങളാണ് നിങ്ങൾക്ക് എന്ത് വരിക, നിങ്ങൾക്ക് റവന്യൂ ആയിട്ട് വരിക. ഓക്കെ, സോ ഇതാണ് പരിപാടി. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ്. നമ്മൾ ഈ ഷീറ്റിലുള്ള ഓരോ ടാസ്കിനും നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ട്യൂട്ടോറിയലായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് വൺ ബൈ വൺ ഒന്നും കിട്ടും, പക്ഷേ വി ക്യാൻ ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് ദ ജേർണി. ഇത് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു ഷോർട്ട് ടേം ആയിട്ട് ആരും കാണരുത്. അങ്ങനെ കാണുന്നവർ ദയവ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യരുത്, കാരണം യു വിൽ ഗെറ്റ് ഫ്രസ്ട്രേറ്റഡ്. ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിൽ മാത്രം കാണുക. ഫസ്റ്റിലത്തെ ഒരു മാസം ഒരു വരുമാനം വന്നിട്ടില്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ഫെഡപ്പ് ആകാൻ പാടില്ല. കാരണം ഇറ്റ്സ് ഓൾ അബൌട്ട് ദ കണ്ടന്റ് വി മേക്ക് ആൻഡ് ദ ആക്ടിവിറ്റീസ് വിച്ച് വി ആർ വർക്കിംഗ് ബിഹൈൻഡ് ദ സീൻ. ഓക്കെ, സോ ഇത് നമ്മൾ ആ രീതിയിൽ വേണം കാണാൻ. നിങ്ങൾക്ക് വൺസ് അതിൻ്റെ സെർച്ചിൻ്റെ ട്രാഫിക്കിൻ്റെ ഗ്രാഫ് പൊങ്ങിക്കഴിഞ്ഞാൽ അത് പിന്നെ അങ്ങ് പോയിക്കോളും. പിന്നെ നമ്മൾ അതിൻ്റെ വെബ്സൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്ത് ഇതിനൊക്കെ നമ്മൾ സപ്പോർട്ട് ഉണ്ടാവും. ഇതാണ് ഇതിൻ്റെ പരിപാടി. അപ്പോൾ 2 പ്ലാനിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ ഒരേ രീതിയിലാണ് ടാസ്ക് ഷെയർ ചെയ്യുക, പക്ഷേ റവന്യൂ ഷെയറിങ്ങിൻ്റെ മോഡൽ മാത്രമാണ് ഡിഫറൻസ് ഉണ്ടാവുക. ദിസ് ഹൗ ഇറ്റ് വർക്ക്സ്. നമ്മൾ കമ്മ്യൂണിറ്റിയിൽ മാക്സിമം ആക്റ്റീവ് ആവുക. കമ്മ്യൂണിറ്റിയിലാണ് ഇതിൻ്റെ വീഡിയോസ് ആണെങ്കിലും ഇതിൻ്റെ പോയിന്റ്സ് ആണെങ്കിലും ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടാവാം. സോ കീപ് വാച്ചിങ് ദ കമ്മ്യൂണിറ്റി. വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ആണെങ്കിലും നമ്മളെ ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റി ആണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ സെപ്പറേറ്റ് ഒരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യുന്നുണ്ട്. ഒരു മൊബൈൽ ആപ്പാണ് നമ്മൾ ഫ്യൂച്ചറിലേക്ക് ബിൽഡ് ചെയ്യുന്നുണ്ട്. അത് ഈ കൊല്ലം അവസാനത്താകുമ്പോഴേക്കും അത് കുറച്ചുകൂടി വെൽ ഫ്ലഡ്ജ് ആയിട്ട് വെൽ ഫീച്ചേർഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. സോ ഇത് ആണ് നമ്മൾ ഫസ്റ്റ് പ്രൊജക്റ്റ്. ഇത് കഴിഞ്ഞിട്ട് ഒരുപാട് പ്രൊജക്ട്സ് ഇതുപോലെ വേറെ വരുന്നുണ്ട്. നമുക്ക് ഇത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. സോ ലെറ്റ്സ് ഗ്രോ ടുഗദർ ഗൈസ്. ബി വിത്ത് മീ, ബി പേഷ്യൻറ്റ്, and we can make the future better.